വൺസ് അഗൈൻ വെൽക്കം ടു മൈ OIT ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീക്കിംഗ് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് റീഅഷുറൻസ് ഫ്രേസസ്, അതുപോലെ തന്നെ നമ്മളൊരു സെൻറ്റൻസ് നിർത്തിക്കഴിയുമ്പോൾ ചോദിക്കേണ്ട കുറച്ച് ഫ്രേസസ് എന്തൊക്കെയാണെന്ന് ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം. ഇപ്പം എക്സാമ്പിൾ, നമ്മളൊരു റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണ്. ആദ്യത്തെ ഇതിലും എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിസ്ചാർജ് പ്രോസസ്സിനുള്ളൊരു പേഷ്യൻ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ പേര് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജോർജ് എന്നാണെന്നുണ്ടെങ്കിൽ, ഹലോ ഗുഡ് മോർണിംഗ് ജോർജ്, ഐ ആം സോ ആൻഡ് ഐ കെയിം ഹിയർ ടു എക്സ്പ്ലെയിൻ യു റിഗാർഡിംഗ് ദ ഡിസ്ചാർജ് പ്രോസസ്, ആർ യു ഓക്കെ വിത്ത് ദാറ്റ് ഓർ ആർ യു ഹാപ്പി വിത്ത് ദാറ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ് ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ ഡു യു നോ അബൌട്ട് യുവർ ഡിസ്ചാർജ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിസ്ചാർജ് പ്ലാനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ യു സം ഓഫ് ദി പോസ്റ്റ് ഡിസ്ചാർജ് കെയർ, ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു ഓർ ഈസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു എക്സ്പ്ലെയിൻ യു, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വൂണ്ട് കെയറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അറിയാമോ നമുക്ക് ചോദിക്കണം. ചിലപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോർ വെദർ പേഷ്യൻ്റ് നോസ് അബൌട്ട് വൂണ്ട് കെയർ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കും, do you have any idea about the wound care, what you are going to do after discharge എന്ന് വളരെ സിമ്പിളായിട്ട് do you have any idea about the wound post discharge wound care എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പേഷ്യൻ്റ് അറിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, no need to worry, I will explain you in detail എന്ന് നമുക്ക് പറയാം. ഇനി ഇതിങ്ങനെ പറഞ്ഞു പോകുന്ന വഴിക്ക് തന്നെ പേഷ്യൻ്റ് ചോദിക്കുക, are you getting my point? Are you getting my point? Is it clear for you? Am I clear to you? Is there anything you want me to explain? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ്റെ കൂടെയും ഏത് ടാസ്കിൻ്റെ കൂടെയും നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. പക്ഷേ അതിൽ തന്നെ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എന്നുള്ള ഒരു ഫ്രേസസ് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. സോ ഈ ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു, അത് കുറച്ച് എഫേർട്ട് എടുത്ത് അവർ ചെയ്യാനുള്ള കാര്യമാണ്. ആ സ്ഥലത്ത് നമുക്ക് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു സജഷൻ പറയുവാണ്, അപ്പോൾ ആ ഒരു സജഷൻ കറക്റ്റാണോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, അതിനും നമുക്ക് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറയുവാണ്, ആഫ്റ്റർ ഗോയിങ് ഹോം ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ യു ടു wash the affected area with the soap solution as well as apply the antiseptic solution, and you can cover the wound with the gauze എന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ചോദിക്കാം ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ചോദിക്കാം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഡു യു തിങ്ക് യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സെയിം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫ്രേസാണ് ഇതെന്ന് പറയും. ഇപ്പം നമ്മൾ വേറൊരു സജഷൻ പറയുവാണ്, അതായത് ഇപ്പം നമ്മൾ പറയുകയാണ്, ആഫ്റ്റർ 5 minutes the doctor will come and will examine your baby, he will provide you the exact diagnosis as well as further treatment. How does that sound എന്ന് നമുക്ക് പറയാം. അതായത് നമ്മളൊരു സജഷൻ പറയുവാണ്, ഇനിയിപ്പോൾ ഡോക്ടർ വരും, ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് ബേബിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഓക്കെ അല്ലേ, അങ്ങനെ നമുക്ക് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ചോദിക്കാം. പക്ഷെ നമ്മളൊരു എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട്, അതായത് ഇപ്പം അപ്പോൺ മൈ എക്സാമിനേഷൻ ഐ ക്യാൻ ടെൽ യു ദാറ്റ് യു ഹാവ് ടിക്കേരിയ, ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ആ ഒരു ഫ്രേസസ് എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് സിറ്റുവേഷൻസ് അനുസരിച്ച് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതിൽ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പം നമ്മളിപ്പം എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അവർ റെസിസ്റ്റ് അല്ലെങ്കിൽ വാൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വേർഡ് നിങ്ങൾ എഴുതി പഠിച്ചു വെക്കുക. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാര്യം നമ്മൾ ചെയ്യരുതെന്ന് പറയണം. വാൺ എന്ന് പറഞ്ഞാലും അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റെസിസ്റ്റ് എപ്പോഴും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ മീ വാട്ട് ഈസ് മൈ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് പ്രിസ്ക്രൈബ് മീ എനി മെഡിക്കേഷൻ ഫോർ മൈ കണ്ടീഷൻ, അങ്ങനെയൊക്കെ പേഷ്യൻ്റ് ചോദിക്കുമ്പോഴാണ് നമ്മൾ റെസിസ്റ്റ് എന്നുള്ള ഒരു സംഭവം വരുന്നത്. ഇതിൽ വേറെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റും വേർഡിനും തൊട്ട് മുമ്പായിട്ട് ആസ്ക് അബൌട്ട് കൺസേൺ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് പേഷ്യൻ്റ് ഹാസ് എനി കൺസേൺ എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അത് ട്രിക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടില്ലാത്ത സിറ്റുവേഷൻസിൽ അത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ചോദിച്ചിരിക്കണം. കാരണം അതിൻ്റെ ബാലൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് വാൺ ചെയ്യാനോ റെസിസ്റ്റ് ചെയ്യാനോ ഉള്ള കണ്ടൻറ്റ് അവിടെ കാണത്തില്ല. അപ്പം നമ്മളവിടെ സ്റ്റക്കായി പോകും. വെറുതെ ഒരു റിലവൻസ് ഇല്ലാതെ നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന പോലെ ഇരിക്കും. അത് എക്സാമ്പിൾ, ഇപ്പം
ഇപ്പോൾ ഒരു ഹാൻഡ് ഇഞ്ചുറി ഉണ്ടായ ഒരാൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, അതിനുള്ള വൂണ്ട് ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ് വാൺ അബൌട്ട് സ്വിമ്മിങ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. ആ പേഷ്യൻറ്റ് സ്വിം ചെയ്യുന്ന ആളാണോ അതോ സ്വിമ്മിങ് ഇഷ്ടമുള്ള ആളാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വെറുതെ പോയി സ്വിം ചെയ്യരുത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡു യു ഹാവ് എനി അതർ കൺസേൺ ചോദിക്കാം. അപ്പോൾ പേഷ്യൻറ്റ് പറയും യെസ് സിസ്റ്റർ, ആക്ച്വലി ഐ എം എ പ്രൊഫഷണൽ സ്വിമ്മർ, ഈസ് ഇറ്റ് ഓക്കെ ടു കണ്ടിന്യൂ മൈ സ്വിമ്മിങ് in this after few days എന്ന് ചോദിക്കുകയാണെന്ന് പറയാം. I'm really sorry to tell you that it is not advisable for you to go for swimming for first few weeks because it will lead to the moisture will lead to the infection എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെയാണ് റെസിസ്റ്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റ് എപ്പോഴും വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരാമോ, ഓർ കുഡ് യു പ്ലീസ് ടെൽ മീ മൈ ഡയഗ്നോസിസ്, അവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കണം, ഡു യു ഹാവ് എനി കൺസേൺ, അപ്പോഴാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു prescribe you any medication, but no need to worry. ആ ഒരു പോസിറ്റിവിറ്റിയും കൂടെ നെക്സ്റ്റ് കൊണ്ടുവന്നേക്കണം. but no need to worry, after your doctor's consultation he will explain you regarding the condition and he will prescribe you the medication. അതെന്താണോ സംഭവം നമ്മൾ ശരി പോസിറ്റീവ് റീഅഷുറൻസും കൂടെ കൊടുത്ത് മാത്രമേ നമ്മളത് എൻഡ് ചെയ്യാവുള്ളൂ. അതാണ് വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റിലും നമ്മുടെ സിനാരിയോ അനുസരിച്ച് കൺക്ലൂഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. ചില സമയത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അത് വരും വലിയ കണ്ടൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ മാക്സിമം എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് മാക്സിമം റോൾ പ്ലേ എൻഡ് ചെയ്യുക, നിങ്ങൾ കൺക്ലൂഷനിൽ എത്തിക്കുക. അപ്പം ആ ഒരു സ്പീഡിൽ തന്നെ എപ്പോഴും പോവുക. സോ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് റോൾ പ്ലേ ചെറുതായിരിക്കും, സെക്കൻഡ് റോൾ പ്ലേ വലുതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോൾ പ്ലേയിൽ നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും സെക്കൻഡ് റോൾ പ്ലേയിൽ നിങ്ങളത് കോൺഷ്യസ് ആയിട്ട് തന്നെ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പം കൺക്ലൂഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഇതെങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പം കോമൺ ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹോം വിസിറ്റിന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതൊരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്കാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് പറയാം, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ ക്വസ്റ്റ്യൻ മേ ഐ പ്രൊസീഡ് വിത്ത് ദിസ് പ്രൊസീജിയർ തുടങ്ങാം. ഇനി നമ്മളൊരു എക്സ്പ്ലനേഷനോ ഒരു ഫോളോ അപ്പിന് വേണ്ടി പോയി, അതുകൊണ്ട് അത് തീർന്നു. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാം, സോ മിസ്റ്റർ ജോയ്സ്, താങ്ക് യു ഫോർ അലോവിങ് മീ ടു ഡു ദ ഫോളോ അപ്പ് ഓഫ് യുവർ സർജറി ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ യുവർ ടൈം വിച്ച് യു സ്പെൻഡ് വിത്ത് മീ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, താങ്ക് യു ഫോർ ദാറ്റ് വാല്യുബിൾ ടൈം വിച്ച് യു സ്പെൻഡ് വിത്ത് മീ. ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻ ഓർ അസിസ്റ്റൻസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് അസ്, വി ആർ ദെയർ ടു ഹെൽപ്പ് യു. അങ്ങനെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. അത് സാധാരണ ഒരു ഹോം വിസിറ്റിൻ്റെ എൻഡിങ് ആണ്. ഇനി നമ്മൾ ഒരു ക്ലിനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് ഒരു അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നിരിക്കുകയാണ്, ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് തന്നെ പറയാം, സോ ഇഫ് യു നീഡ് എനി ക്ലാരിഫിക്കേഷൻസ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് അസ്, ദിസ് ഇസ് അവർ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കുന്ന പോലെ സിനാരിയോ ക്ലോസ് ചെയ്യാം. ഇനി അതുമല്ല ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ചാർജ് എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ ക്വസ്റ്റ്യൻ മേ ഐ പ്രൊസീഡ് വിത്ത് ദി ഡിസ്ചാർജ് പ്രോസസ്സ്. അത് നമുക്ക് ഡിസ്ചാർജ് പ്രൊസീജിയറിന് എല്ലാ എൻഡും അതുപോലെ തന്നെയായിരിക്കും. ഇനി ജസ്റ്റ് ഒരു ഇതൊന്നും അല്ലാതെ ഇപ്പം ഇൻ കേസ് വേറെ സിനാരിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് നമ്മളൊരു പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞു, അപ്പം നമ്മൾ ജസ്റ്റ് ഒരു സംഭവത്തിന് പോയി ആ ഒരു പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് പറയാം, ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ്, ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ, ഐ വിൽ കം ആൻഡ് അസിസ്റ്റ് യു. അത് നമ്മൾ സാധാരണ പറഞ്ഞ് നിർത്തുന്ന രീതിയിൽ. സോ ഇതൊക്കെയാണ് എൻഡിങ്, എങ്ങനെയാണ് നമ്മുടെ എൻഡ് ചെയ്യുന്ന ഫ്രേസസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും റീഅഷുറൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതായത് റീഅഷുറൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പേരൻസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി റീഅഷുറൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ റീഅഷുറൻസ് എപ്പോഴും വേണം, അതിൻ്റെ മിഡിലിൽ ഒരു റീഅഷുറൻസ് വേണം, ഒരു എൻഡിങ്ങിലും ഒരു റീഅഷുറൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ പേരൻസിനടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പേഷ്യൻസ് സംസാരിക്കുകയാണെങ്കിൽ, അതല്ലാതെ സാധാരണ രീതിയിലൊരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണടുത്ത് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾ സംസാരിക്കുവാണ്, അവിടെ ആദ്യം ഒരു റീഅഷുറൻസ്, ലാസ്റ്റ് ഒരു റീഅഷുറൻസ്, അത് മാത്രം മതി. എന്തെങ്കിലും പക്ഷേ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസേണോട് കൂടി ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും പേഷ്യൻറ്റ് സംസാരിക്കുന്നത്, എപ്പോഴും എല്ലാ റോൾ പ്ലേയിലും ഒരു കൺസേൺ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ റീഅഷുറൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പേരൻറ്റിനടുത്ത് സംസാരിക്കുമ്പോഴും ആക്റ്റീവ് പേഷ്യൻ്റ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ കുറച്ചേറെ റീഅഷുറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. ബട്ട് എല്ലാ റോൾ പ്ലേക്കാളിലും ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ സെൻറ്റൻസിൻ്റെ അവിടെ റീഅഷുറൻസ് എപ്പോഴും കൊടുക്കണം. ഐ എം റീഅഷറിങ് യു ദാറ്റ് ഇഫ് യു ഫോളോ ഓൾ മൈ അഡ്വൈസസ് യുവർ പ്രോബ്ലം വിൽ റിസോൾവ് സൂൺ. ആ ഒരു സിമ്പിൾ സെൻറ്റൻസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എല്ലാവരുടെയും ടോൺ ഒരു സോഫ്റ്റ് ടോൺ ആയിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ ഹാഷ് വോയിസ് കാണും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ആക്ട് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ റോൾ പ്ലേക്ക് വേണ്ടി ആ ഒരു സൗണ്ട് വോയിസ് മോഡുലേഷൻ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു പേരൻ്റെ അടുത്ത് സംസാരിക്കുവാണ്. പേരൻ്റ് സംസാരിക്കുമ്പം പേരൻ്റ് പറയുവാണ് കൊച്ചിന് ഒത്തിരി പെയിൻ ഉണ്ട്, ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ പറയണം? ഓ, ഐ എം റിയലി സോറി ടു നോ ദാറ്റ് യുവർ ബേബി ഹാസ് സിവിയർ പെയിൻ ബട്ട് നോ നീഡ് ടു വറി, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ആ ഒരു ടോൺ നമുക്ക് സംസാരിക്കാം. പക്ഷേ ചിലർക്ക് ആ സൗണ്ട് വരണമെന്നില്ല. അപ്പോൾ ചിലരെങ്ങനെ പറയും? I am really sorry to know that your baby has pain, but don't need to worry, I am here to help you. ഇതിൽ മോഡുലേഷൻ ഇല്ല, ബട്ട് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു മോഡുലേഷൻ വരുത്താതെ തന്നെ നമുക്കൊരു ബി സ്കോർ എങ്ങനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ ഫ്രേസസ് യൂസ് ചെയ്യാം. നോ നീഡ് ടു വറി, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. അതുപോലെ തന്നെ യുവർ ബേബി ഈസ് ഇൻ അവർ സേഫ് ഹാൻഡ്സ്, സോ നോ നീഡ് ടു വറി. മോഡുലേഷൻ ഒത്തിരി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പൊളൈറ്റായിട്ട് സംസാരിച്ചാൽ മതി. ഒത്തിരി ഹാർഷായിട്ട്, അതായത് സംസാരിക്കുമ്പം നമ്മൾ ഡിമാൻഡിങ് വേർഡ്സ് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഹാർഷാകും. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ജസ്റ്റ് നിങ്ങൾ ആ ഒരു പൊളൈറ്റ്നെസ്സോട് കൂടി എപ്പോഴും സംസാരിക്കും. ഇപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും സെൻറ്റൻസസ് കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ യു ടു, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ യുവർ ബേബി ടു, ഇറ്റ് ഈസ് സജസ്റ്റീവ് ഫോർ യു ടു, പ്ലീസ് ട്രൈ ടു ഡൂ ദാറ്റ്. ഇപ്പം ഡോണ്ട് എന്ന് പറഞ്ഞതിന് പകരം പ്ലീസ് ട്രൈ ടു അവോയ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെയുള്ള ഫ്രേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആർ യു ഓക്കെ വിത്ത് ദാറ്റ്, ഈസ് ഇറ്റ് ഓക്കെ, ഇതൊരിക്കലും റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കാൻ നോക്കുക. പറഞ്ഞ ഒരു ഫ്രേസസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു, ആം ഐ ക്ലിയർ ഫോർ യു, ഈസ് ദർ എനിത്തിങ് ടു ബി ക്ലാരിഫൈഡ്. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് വേറെ പറയാൻ പറ്റുന്നത് ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ് എനിത്തിങ്, നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫസ്റ്റ് റോൾ പ്ലേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ടൈം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചോദിക്കാം, ഡു യു വാണ്ട് മീ ടു റിപ്പീറ്റ് എനി മോർ ടേംസ് അല്ലെങ്കിൽ എനി മോർ എക്സ്പ്ലനേഷൻസ് നമുക്ക് ചോദിക്കാം. ഏറ്റവും ലാസ്റ്റ് എപ്പോഴും ചോദിച്ചിരിക്കണം ഡു യു ഹാവ് എനി മോർ കൺസേൺ. അത് എല്ലാ റോൾ പ്ലേയിലും ഏറ്റവും ലാസ്റ്റ് നമ്മൾ കമ്പൽസറി ചോദിച്ചിരിക്കേണ്ട കാര്യമാണ്, ഡു യു ഹാവ് എനി മോർ clarifications or do you have any more doubts. ഓക്കെ, എന്നാലേ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടൊക്കെ എന്നുണ്ടെങ്കിൽ ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമ്മളങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചാൻസ് കൊടുത്താലല്ലേ അവർ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്കതിൻ്റെ ആൻസറായിട്ട് പറയാം ഐ ഹോപ്പ്. അപ്പോൾ ഇല്ലയെന്ന് പറയണം, അവർ പറയണം ഐ ഡോണ്ട് ഹാവ് എനി അതർ കൺസേൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ ഡൗട്ട്സ്. If you need any assistance or if you need any clarification, please do not hesitate to contact with me. ആ രീതിയിൽ നമ്മൾ ലെറ്ററിൻ്റെ ലാസ്റ്റ് എഴുതുമല്ലോ, ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് മീ. ആ സെയിം ഫ്രേസ് തന്നെയാണ് നമ്മൾ ഇവിടെ റോൾ പ്ലേയിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലീസ്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ യു ടു, ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ യു ടു, ഇറ്റ് ഈസ് സജസ്റ്റീവ് ഫോർ യു ടു, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ യു ടു, ഇതൊക്കെ നമ്മൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫിൽ യൂസ് ചെയ്യാറുണ്ട് ലെറ്ററിൽ. ആ സെയിം ഫ്രേസസ് ആണ് നമ്മളിവിടെ കുറച്ച് പൊളൈറ്റ്നെസ് വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാക്സിമം ഡിമാൻഡിങ് വേർഡ്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാം. യു നീഡ് ടു, യു ഹാവ് ടു, യു ഷുഡ്, യു മസ്റ്റ്, ഇതെല്ലാം ഡിമാൻഡിങ് വേർഡ്സ് ആണ്. ഇതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഡിമാൻഡിങ് ആയിപ്പോവും. സോ നമുക്ക് ആ ബി സ്കോർ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഒത്തിരി കുറവ് വരും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മോഡുലേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അല്ല, കമ്പൽസറി അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ യു ടു ഡ്രസ് യുവർ വൂണ്ട് ട്വൈസ് ഡെയിലി. ഓക്കെ, ഇറ്റ് ഈസ് സജസ്റ്റീവ് ഫോർ യു ടു അവോയ്ഡ് ഹെവി ലിഫ്റ്റിംഗ്, പ്ലീസ് ട്രൈ ടു അവോയ്ഡ് ഡ്രൈവിംഗ് ഫോർ ദ നെക്സ്റ്റ് 2 months. സോ ഇതൊക്കെ പറയുമ്പം ആ ഒരു ചെയ്യണം എന്നുള്ള ഇതും വരുന്നുണ്ട്, പക്ഷേ ഇതൊരു ഡിമാൻഡിങ് ആയിട്ട് തോന്നത്തുമില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ്. കോംപ്ലിക്കേഷൻ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഇന്നത് സംഭവിക്കും എന്നൊരിക്കലും നമുക്ക് പറയാൻ പാടില്ല. നമ്മളെങ്ങനെ പറയണം, ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് ഇഫ് യു ഡിഡ്ന്റ് ഫോളോ ദിസ് ഇൻസ്ട്രക്ഷൻ ദർ ഈസ് എ ചാൻസ് ടു ഗെറ്റ് ദിസ് മെനി കോംപ്ലിക്കേഷൻസ് ബട്ട് നോ നീഡ് ടു വറി, ഇഫ് യു ഫോളോ ദിസ് മെഷേഴ്സ് യു ക്യാൻ പ്രിവെൻറ്റ് ഓൾ കോംപ്ലിക്കേഷൻസ്. ആ ഒരു രീതിയിൽ ഇൻഡയറക്റ്റ് വേയിൽ നമുക്ക് പറയാവുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാക്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ ഇഫ് യു ഡിഡ്ന്റ് റിസീവ് ദ ഫ്ലൂ വാക്സിനേഷൻ ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് കാർഡിയാക് ഇഷ്യൂസ്, ഈവൻ വേഴ്സൻഡ് കാർഡിയാക് ഇഷ്യൂസ്, ബിക്കോസ് ഇറ്റ് വിൽ, ഇഫ് യു അഫക്ട് വിത്ത് ദ ഫ്ലൂ ദ വൈറസ് വിൽ കോസ് ദ
ഡാമേജ് ഓഫ് ദി എന്താണ് ഡാമേജ് ഓഫ് ദി ലങ് ടിഷ്യൂസ് or it will reduce the blood supply to the heart and there is a cardiac damage, even heart attack also can happen. സോ അങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഒരു ഫ്രേസസ് യൂസ് ചെയ്യാം. ഐ എം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവാണ്. ആ നെഗറ്റീവ് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളൊരു പോസിറ്റിവിറ്റി കൂടെ പറഞ്ഞേക്കണം. ബട്ട് നോ നീഡ് ടു വറി. ഇഫ് യു ടേക്ക് ദിസ് വാക്സിനേഷൻ അറ്റ് കറക്റ്റ് ടൈം യു ക്യാൻ അവോയ്ഡ് ഓൾ ദിസ് കോംപ്ലിക്കേഷൻ. അവിടെ നമുക്ക് ചോദിക്കാം, ആർ യു ഗെറ്റ് മൈ പോയിന്റ് ഓർ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് നമുക്ക് ചോദിക്കാം. കാരണം നമ്മളൊരു സജഷനാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെയൊക്കെ കണക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. കുറച്ചൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യുമ്പം ഒരു 10 സ്പീക്കിംഗ് ചെയ്യുമ്പം നിങ്ങൾ കയ്യിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി നിങ്ങൾക്ക് അത് ഓൾറെഡി യൂസ്ഡ് ആവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പേപ്പറൊന്നും വേണ്ട, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി വരും. പക്ഷേ അത് ഏത് സ്ഥലത്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ വേറൊരു ഞാനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ മാക്സിമം പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ചോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടാസ്ക് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ആ പേപ്പർ വെച്ചിട്ട് അതിൽ പ്രിപ്പയർ ചെയ്യുക. അതിൽ അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ സൈഡിലൊക്കെ എഴുതിയിടുക, പേര് എഴുതിയിടുക, പേര് ചോദിക്കുമ്പോൾ പേര് എഴുതിയിടുക. പിന്നെ ഈ ഫ്രേസസ് ഒക്കെ നിങ്ങൾക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഈ പേപ്പറിൽ സൈഡിൽ എഴുതിയിടാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അതായത് ഈ ഹൗ ഡസ് ദാറ്റ് സൗണ്ട് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ വായിച്ചു വരുമ്പം നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ആ കറക്റ്റ് ടാസ്കിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് എഴുതിയിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺക്ലൂഷനും മേ ഐ പ്രൊസീഡ് വിത്ത് ദ പ്രൊസീജിയർ എപ്പോഴും നമ്മൾ മറന്നുപോകും. അത് നമുക്കൊന്ന് എഴുതിയിടാം. അതുപോലെ തന്നെയാണ് നോൺ കേസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാലോ, വി ഹാവ് ജസ്റ്റ് എക്സാമിൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അവിടെയും 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഓർത്തിരിക്കും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ബ്ലാങ്ക് ആയി പോകും. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ആദ്യമേ അവിടെ എഴുതിയിട്ടേക്കുക, വെൽ മിസ്റ്റർ ജോൺസൺ, താങ്ക് യു ഫോർ അലോവിങ്. അത്രയും മതി. ബാക്കി നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ, അത് എഴുതിയിടാം. അതുപോലെ തന്നെ ഈ ഫ്രേസസ് റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയും ഇതുപോലെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ സൈഡിലൊന്ന് എഴുതി ഒരു 4 ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? Do you want me to repeat? Do you have any more concern? Do you have any concern? Do you have any more concern? അങ്ങനെ ഒരു 4-5 ഒന്ന് സൈഡിലൊന്ന് ചെറുതായിട്ട് എഴുതിയിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ആ കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആവില്ല, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എത്ര പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഓഫ് കോഴ്സ് നമ്മുടെ വായിലെപ്പോഴും ഡു യു ഹാവ് എനി കൺസേൺ, അതുപോലെ തന്നെ ഈസ് ക്ലിയർ ഫോർ യു, അമ്മ ക്ലിയർ. ഇത് 2, 3, 4 മാത്രമേ വരത്തുള്ളൂ. വേറെ ഒന്നും നമ്മുടെ വായിൽ പെട്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും എക്സാമിന് വേണ്ടി മാത്രമേ ഇരിക്കരുത്. നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഇപ്പം തന്നെ അതങ്ങ് എഴുതിയിട്ട് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ റോൾ പ്ലേ കാർഡ്സ് ഒക്കെ ചെയ്യുമ്പം ഒരിക്കലും മൊബൈലിൽ നോക്കി റോൾ പ്ലേ കാർഡ്സ് ഒക്കെ ചെയ്യാതിരിക്കാൻ നോക്കുക. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ചിലയിടത്തൊക്കെ നമുക്ക് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പം എഴുതി വയ്ക്കുക. മീൻസ് ജസ്റ്റ് കാർഡ്സ് ആകപ്പാടെ ഒരു എത്ര ലൈൻസ് കാണും? ഒരു 10-15 ലൈൻസ് അല്ലേ ഉള്ളൂ. അതൊന്ന് എഴുതി വെച്ചിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. 3 മിനിറ്റ് സെറ്റ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, സൈഡിലൊക്കെ എഴുതി വെക്കുക. പിന്നെ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് സൈഡിൽ ടിക്കിട്ട് പോവുക. ഓക്കെ, അതൊരു നല്ലൊരു ടിപ്സാണ്. അതായത് നിങ്ങൾ ചെയ്ത് പോകുമ്പം കഴിഞ്ഞു പോയ ടാസ്ക് സൈഡിൽ ടിക്കിടുക. സബ് ടാസ്ക് സൈഡിൽ ടിക്കറ്റ് പോകുക. കാരണം ചില ഇൻ്റർലോക്യൂട്ടേഴ്സ് ക്രമം തെറ്റി ചോദിക്കും. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ബ്ലാങ്ക് ആയി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞതെല്ലാം സൈഡിൽ ടിക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും, ഓക്കെ ഇനി എന്തൊക്കെയാണ് ബാലൻസ് ഉള്ളത്. ഇൻ കേസ് അവർ ക്രമം തെറ്റിച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ നമ്മൾ അതിന് ആൻസർ വേണം പറയാൻ വേണ്ടി, എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ വരുമ്പം നമുക്ക് കൺഫ്യൂഷനായി നമ്മൾ സ്റ്റക്കായി പോകും. ഒരു ലോങ് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിനകത്ത് എഫക്റ്റ് ആവും. സോ അതൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഇങ്ങനത്തെ കുറച്ച് ഫ്രേസസ് എപ്പോഴും എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, അതൊരു കാർഡ്ബോർഡിൽ എഴുതി വെക്കുക. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ഒക്കെ, അത് ഇൻട്രഡക്ഷനിലായിക്കൊള്ളട്ടെ, ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിക്കൊള്ളട്ടെ, കൺക്ലൂഷനിലായിക്കൊള്ളട്ടെ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോഴാവട്ടെ, എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫ്രേസസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒന്ന് ഒരു പേപ്പറിൽ, ഒരു കാർഡ്ബോർഡിൽ അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ റോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. വൈസ്ലി അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ബൈ ഹാർട്ട് ആയിക്കോളും. അപ്പോൾ പിന്നെ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴും ഈ പേപ്പറിൻ്റെ ഒന്നും നമ്മൾ പിന്നീട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിനൊന്നും ആവശ്യം വരത്തില്ല. എക്സാമിന് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് ആ പേര് നമ്മുടെ മൈൻഡത്ത് പ്രാക്ടീസ്ഡ് ആയിക്കോളും. ഓക്കെ, സോ ഈ ഫ്രേസസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതി വെച്ചൊക്കെ പഠിക്കുക. സോ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. സോ വി വിൽ സീ വിത്ത് അനദർ വൺ ഇൻഫോർമേറ്റീവ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.